നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് CC പ്ലാന്റ് ആണ്. ഇതിൻ്റെ ശരിക്ക് പേര് സാമിയോപിൽക്കസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമാണ് CC പ്ലാന്റ്. ഇത് വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിന് ബിഗിനേഴ്സിന് വളരെ വളരെ നല്ലൊരു പ്ലാന്റാണ്. വാട്ടറിങ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ, നമ്മുടെ കാലാവസ്ഥയിലൊക്കെ തന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ തന്നെ വെള്ളം ഒഴിച്ചാൽ മതി. ഇതിൻ്റെ ഈ സ്റ്റെമ്മിലും അതേപോലെ ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ബൾബാണ്. ബൾബ് നമ്മുടെ പൊട്ടറ്റോ ഒക്കെ പോലെ അതിൽ ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്യും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ തന്നെ വെള്ളം ഒഴിച്ചാൽ മതി. ഇൻ ബിറ്റ്വീൻ വാട്ടറിങ്ങിൽ നല്ലോണം ഡ്രൈ ആയതിന് ശേഷം മാത്രം അടുത്ത വെള്ളം ഒഴിച്ചാൽ മതി. CC പ്ലാന്റ് വന്നിട്ട് 3 വെറൈറ്റിയാണ് ഉള്ളത്. ഒന്ന് ഇതേപോലെ ഗ്രീൻ, പിന്നെ സെക്കൻഡ് വെറൈറ്റി വന്നിട്ട് ബ്ലാക്ക് ആണ്. ഇതിൻ്റെ ലീഫ് നോക്കി അറിയാം, ഇത് ബ്ലാക്ക് ആണ്. ഇത് വിരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഗ്രീൻ തന്നെയായിരിക്കും, പിന്നെ ഗ്രാജുവലി അത് ബ്ലാക്ക് ആയിട്ട് മാറും. അത് സെക്കൻഡ് വൺ. തേർഡ് വെറൈറ്റി വന്നിട്ട് ഡ്വാർഫാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫ് നോക്കിയാൽ അറിയാം, വളരെ വളരെ അടുത്തടുത്താണ് ഇതിൻ്റെ ലീഫുകൾ. പിന്നെ കുറച്ചും കൂടി ഷോർട്ടായിരിക്കും. മറ്റേതിൻ്റെ പോലെ സ്റ്റെമ്മിന് അധികം നീളം വരില്ല. റൂട്ട് സിസ്റ്റം എല്ലാം സെയിം തന്നെ ആയിരിക്കും. സൺലൈറ്റ് വന്നിട്ട് ഇതിന് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. ഈവൻ ടോട്ടൽ ഡാർക്ക്നെസ്സിൽ വരെ ഇത് സർവൈവ് ചെയ്യും. അപ്പം നമ്മൾ ടോട്ടലി ഇൻറ്റീരിയറിൽ വെക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ മോർണിംഗ് സൺലൈറ്റോ അല്ലെങ്കിൽ ഈവനിങ് സൺലൈറ്റോ കൊള്ളിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും.